CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരോട് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ ശിഖകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലം വയ്ക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ ശിഖകൾ അറുത്തുമാറ്റുന്ന സാഹചര്യമായി ഉണ്ടായത്. ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥികളും ശക്തമായ സമരമായി. ഞങ്ങൾക്ക് പറയാനുള്ളത് മനുഷ്യരിൽ നിന്ന് സംഘപരിവാർ പ്രകൃതിയിലേക്ക് കൂടി അവരുടെ ഫാസിസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രിയമുള്ളവർ, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ട രക്ഷാപ്രവർത്തനം ഈ പറയപ്പെടുന്ന നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനാധിപത്യ തലത്തിൽ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഡിവൈഎഫ്ഐക്കാർ ഏത് രീതിയിലാണോ അവരെ ആക്രമിക്കാൻ വന്നത്, അതേ രീതിയിൽ ജനാധിപത്യത്തെ ഒരു തരത്തിലും മാനിക്കാത്ത, പ്രതിപക്ഷ ശബ്ദങ്ങളെ ഒരു തരത്തിലും ഗൗനിക്കാത്ത രണ്ട് സംഘടനകളായി ഈ ഫാസിസ്റ്റ് സംഘടനകൾ മാറുകയാണ്. ഇവരുടെ തലപ്പത്തിരിക്കുന്നത് ഏകാധിപതികളാണ്. അത് മുണ്ടെടുത്ത മോഡിയായാലും അത് കോട്ടിട്ട മോഡിയായാലും ഒരേ നിലപാട് തന്നെയാണ് ഇവർക്ക് സ്വീകരിക്കുന്നത്. ഞങ്ങൾ